സർക്കാരിനോടും ജനാധിപത്യ മഹിളാ അസോസിയേഷനോടുമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് പീഡനത്തിന്റെ തീവ്രത അളക്കുന്നത്? CPM-നും അനുഭാവികൾക്കും പീഡനം ഇപ്പോഴും തീവ്രത അളന്നു തന്നെ നടപടിയെടുക്കാനാണ് താല്പര്യം. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് അളവുകോൽ വെച്ച തീവ്രത അളന്ന് നടപടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നാണ് നിലപാട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലസിത നായരുടേതാണ് ഈ വിചിത്രവാദം. പീഡനങ്ങളെ തരംതിരിച്ച് തീവ്രത കൂടിയതും കുറഞ്ഞതും എന്ന മാനദണ്ഡം വെച്ച് വിലയിരുത്താമെന്നതാണ് സഖാത്തിയുടെ നിലപാട്. ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം സമാനമായ സാഹചര്യത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നും മുൻപും ഇതേ തരത്തിൽ നിലപാടുകൾ വന്നിട്ടുള്ളതാണ്. മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമായതുകൊണ്ടാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നെന്നും രാഹുലിന്റെ വിഷയത്തിൽ യുവതി നേരിടേണ്ടി വന്നത് അതിതീവ്രമായ പീഡനമായിരുന്നു എന്നുമാണ് സെക്രട്ടറിയുടെ വാദം. മുകേഷിന്റേത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി നടപടി വന്നേനെ. ഇനി ഇത് നിയമത്തിന്റെ വഴിക്ക് വിടുകയാണ്. ഇതിൽ മറ്റൊന്നും പറയാനില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന വിചിത്രവാദവുമായിട്ടാണ് സെക്രട്ടറി ഇറങ്ങിയിട്ടുള്ളത്. മഹിളാ അസോസിയേഷൻ പോലെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ ആർക്കുമാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി കേരളത്തിലെ സ്ത്രീകളോടാണ് പറയാനുള്ളത്. CPM-ഉം കൂട്ടരും ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കെതിരെ എന്ത് അതിക്രമം നടന്നാലും അതിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇവർ തീവ്രത അളക്കും.